കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയായ IFFKയുടെ 30ാം പതിപ്പിന് തിരി തെളിയുമ്പോൾ മലയാള സിനിമയിലെ അതിജീവിതയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ച ചലച്ചിത്ര പ്രവർത്തകരും ഡെലിഗേറ്റുകളും. മേളയുടെ ഭാഗമായി അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡെലിഗേറ്റുകൾ ഒത്തുചേരും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ടാഗോർ തിയേറ്റർ പരിസരത്താണ് പ്രധാന ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിക്കുന്നത്. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിന്റെ പേരിലാണ് ഡെലിഗേറ്റുകൾ ഒന്നിക്കുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ കൂട്ടായ്മകളടക്കം ഈ പരിപാടിയിൽ പങ്കുചേരും. IFFKയുടെ ഭാഗമായി അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഔദ്യോഗികമായി ഉപയോഗിക്കണമെന്ന ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് അക്കാദമിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് ഡെലിഗേറ്റുകൾ തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ഉദ്ഘാടന ചടങ്ങിലും അതിജീവിതയ്ക്ക് പിന്തുണയുമായി വനിതാ കൂട്ടായ്മകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള അതിജീവിതയുടെ പോരാട്ടത്തിന് ചലച്ചിത്രമേളയുടെ വേദിയിൽ ശക്തമായ പിന്തുണ നൽകാനാണ് ചലച്ചിത്ര പ്രേമികളുടെ തീരുമാനം. IFFKയുടെ 30ാം പതിപ്പ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. പലസ്തീൻ അംബാസഡർ അബ്ദുള്ള M. അബു ഷവേഷ്, ജർമ്മൻ അംബാസഡർ ഡോക്ടർ ഫിലിപ്പ് അഖർമീൻ എന്നിവരാണ് ചടങ്ങിലെ വിശിഷ്ട അതിഥികൾ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ചലച്ചിത്ര പ്രതിനിധികൾ മേളയുടെ ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിക്കും. ചടങ്ങിൽ വെച്ച് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരിയായ കെലി ഫൈഫ് മാർഷലിന് സമ്മാനിക്കും. ചലച്ചിത്ര മേഖലയിൽ ധീരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന ബഹുമതിയാണിത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളുമായി പലസ്തീൻ 36 എന്ന ചിത്രം പ്രദർശിപ്പിക്കും. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ ചിത്രം മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഡിസംബർ 12-ന് ആരംഭിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 19-നാണ് സമാപിക്കുക. 8 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ലോക സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ ഇന്ന്, മലയാളം സിനിമ ഇന്ന്, ലോക ക്ലാസിക്കുകൾ, പ്രത്യേക പാക്കേജുകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി സിനിമകൾ പ്രദർശനത്തിനെത്തും. മികച്ച സിനിമകൾ കാണാനുള്ള അവസരം മാത്രമല്ല, ചലച്ചിത്ര ലോകത്തെ പുതിയ പ്രവണതകളെക്കുറിച്ചും സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ള വേദിയായിട്ടാണ് ചലച്ചിത്ര മേളയെ കണക്കാക്കുന്നത്. മേളയുടെ ഓരോ പതിപ്പിലും വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും സംവാദങ്ങളും നടക്കാറുണ്ട്. ഇത്തവണ അതിജീവിതയ്ക്ക് നൽകുന്ന ഐക്യദാർഢ്യം, സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷാ വിഷയങ്ങൾ, മീറ്റു വിവാദങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറക്കും. സിനിമാ മേഖലയിലെ അതിജീവിതയ്ക്ക് IFFKയുടെ ഡെലിഗേറ്റുകൾ നൽകുന്ന ഈ ശക്തമായ പിന്തുണ സിനിമാ ലോകത്തിനകത്തും പുറത്തുമുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.